മമ്മൂട്ടിയെ നായകനാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ചിത്രമാണ് കളങ്കാവൽ. 2025 നവംബറിലാണ് ഈ ചിത്രം റിലീസ് ചെയ്തത്. ചിത്രത്തിൻ്റെ പ്രധാന അണിയറ പ്രവർത്തകർ, നിർമ്മാണം മമ്മൂട്ടി കമ്പനി, തിരക്കഥ ജിതിൻ കെ ജോസ്, ജിഷ്ണു ശ്രീകുമാർ, ഛായാഗ്രഹണം ഫൈസൽ അലി, സംഗീതം മുജീബ് മജീദ്, എഡിറ്റിംഗ് പ്രവീൺ പ്രഭാകർ. അഭിനേതാക്കൾ മമ്മൂട്ടി, സ്റ്റാൻലി ദാസ്, വിനായകൻ എസ് ഐ ജയകൃഷ്ണൻ, രജിഷ വിജയൻ, ദിവ്യ, ഗായത്രി അരുൺ, മാളവിക മേനോൻ, അസീസ് നെടുമങ്ങാട്, കിബിൻ ഗോപിനാഥ്. സീരിയൽ കില്ലർ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സിനിമയാണ് കളങ്കാവൽ. 2025 ഡിസംബർ 5 പുറത്തിറങ്ങിയ ഈ ചിത്രം യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച സിനിമയാണ്. വിവാഹമോചിതരോ വിധവകളോ ആയ സ്ത്രീകളെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സൈക്കോപാത്ത് സീരിയൽ കില്ലറെ കേന്ദ്രീകരിച്ചാണ് സിനിമയുടെ കഥ മുന്നോട്ടു പോകുന്നത്. യഥാർത്ഥ ജീവിതത്തിലെ കുപ്രസിദ്ധ കുറ്റവാളിയായിട്ടുള്ള സൈനൈഡ് മോഹന്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇതിലെ കൊലപാതകിയുടെ രീതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. കുറ്റവാളിയായ സ്റ്റാൻലി ദാസും, അതായത് മമ്മൂട്ടി, അന്വേഷണ ഉദ്യോഗസ്ഥനായ ജയകൃഷ്ണനും വിനായകൻ തമ്മിലുള്ള ബുദ്ധിപരമായിട്ടുള്ള പോരാട്ടമാണ് ഈ ചിത്രത്തിന്റെ കാതൽ. സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരും സ്നേഹത്തിന് കൊതിക്കുന്നവരുമായ സ്ത്രീകൾ എങ്ങനെ ചതിക്കുഴികളിൽ വീഴുന്നുവെന്നും അവരോടുള്ള സമൂഹത്തിന്റെ മനോഭാവം എത്തരത്തിലാണെന്നും ഈ ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട്. 2000-ന്റെ ആദ്യ പകുതിയിലാണ് സിനിമയുടെ കഥ നടക്കുന്നത്. പഴയ കാലഘട്ടത്തെ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലുള്ള വസ്ത്രധാരണവും വാഹനങ്ങളും സിനിമയിൽ ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ തുടങ്ങുന്ന അന്വേഷണം പിന്നീട് തമിഴ്നാട്ടിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. 2000-ന്റെ തുടക്കത്തിൽ കേരളത്തിൽ നടന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിന്റെ തെക്കൻ ഭാഗത്ത് നടന്ന വർഗീയ കലാപത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള ചുമതല ഓഫീസർ ജയകൃഷ്ണനെ ഏൽപ്പിക്കുന്നു. ഒരു പെൺകുട്ടി ഒരാളുടെ കൂടെ ഒളിച്ചോടുന്നതിനെ തുടർന്നുണ്ടായ ഒരു തെറ്റിദ്ധാരണ മൂലമാണ് കലാപം നടന്നതെന്ന് അദ്ദേഹത്തിന്റെ അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തുന്നുണ്ട്. ഇതിനെ തുടർന്നുണ്ടായ വിശദമായ അന്വേഷണം ജയകൃഷ്ണനെ ഒരു സംഭവ പരമ്പരയിലേക്ക് നയിക്കുകയും അവിടെ സമാനമായ രീതിയിൽ കാണാതായ നിരവധി സ്ത്രീകളെക്കുറിച്ച് അദ്ദേഹത്തിന് വിവരം ലഭിക്കുകയും ചെയ്യുന്നു. ഈ സ്ത്രീകൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് കണ്ടെത്താനുള്ള ജയകൃഷ്ണന്റെ ശ്രമങ്ങളാണ് ഈ കഥയുടെ ആശയം. കളങ്കാവൽ സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച സ്റ്റാൻലി ദാസ് എന്ന പ്രതിനായക കഥാപാത്രം മലയാള സിനിമയിലെ വില്ലൻ സങ്കല്പനങ്ങളെ ഒട്ടാകെ മാറ്റിമറിച്ച ഒന്നാണ്. മമ്മൂട്ടി എന്ന നടന്റെ തന്നെ അഭിനയ ജീവിതത്തിലെ വില്ലൻ കഥാപാത്രങ്ങളിൽ വേറിട്ട് നിൽക്കുന്നു സ്റ്റാൻലി ദാസ്. തമിഴ്നാട് പോലീസിലെ ഉദ്യോഗസ്ഥനായി പുറമെ അഭിനയിച്ചുകൊണ്ട് സീരിയൽ കില്ലറായ സ്റ്റാൻലി മാന്യതയുടെ മുഖമൂടി അണിഞ്ഞാണ് കഴിയുന്നത്. മനുഷ്യനെ കൊല്ലുന്നതിലൂടെ താൻ നേടുന്ന ആനന്ദത്തെക്കുറിച്ച് ഭയപ്പെടുത്തുന്ന ഒരു ശാന്തതയോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം യാതൊരു കുറ്റബോധവുമില്ലാതെ സിഗരറ്റ് വലിച്ചു നിൽക്കുന്ന പ്രകടനം കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. മമ്മൂട്ടി എന്ന നടന്റെ പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ നിയന്ത്രിതമായ ശരീരഭാഷയും മിതത്വമുള്ള സംഭാഷണവുമാണ് കഥാപാത്രത്തിന് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം ശൈലിയിലുള്ള സംഭാഷണ രീതിയും നിഗൂഢമായ നോട്ടങ്ങളും കഥാപാത്രത്തിന് കൂടുതൽ കരുത്തു പകരുന്നുണ്ട്. താൻ വേട്ടയാടാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീകളെ തിരഞ്ഞെടുക്കുന്നതിലും അവരെ പിന്തുടരുന്നതിലും സ്റ്റാൻലി പുലർത്തുന്ന സൂക്ഷ്മതയും കൃത്യതയും തന്ത്രശാലിയായ ഒരു കുറ്റവാളിയുടെ ബുദ്ധിയും മമ്മൂട്ടി മികവോടെ സ്ക്രീനിൽ എത്തിച്ചു. സിനിമയുടെ ഭാഷാശൈലി നോക്കിക്കഴിഞ്ഞാൽ ചിത്രത്തിൽ അഭിനേതാക്കൾ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാശൈലി സിനിമയുടെ ഗൗരവമേറിയ അന്തരീക്ഷത്തിന് കൂടുതൽ മിഴിവ് നൽകിയിട്ടുണ്ട് എന്ന് പറയാം. മമ്മൂട്ടി അവതരിപ്പിച്ച സ്റ്റാൻലി ദാസ് എന്ന കഥാപാത്രം സംസാരിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള തിരുവനന്തപുരം ശൈലിയാണ്. ഇത്തരമൊരു ശൈലി കഥാപാത്രത്തിന് കൂടുതൽ നിഗൂഢത നൽകാൻ സഹായിച്ചിട്ടുണ്ട്. കഥ കേരളം തമിഴ്നാട് അതിർത്തികളിൽ നടക്കുന്നതിനാൽ മമ്മൂട്ടിയുടെ കഥാപാത്രം മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് വളരെ അനായാസമായി സംഭാഷണങ്ങൾ മാറ്റുന്നുണ്ട്. സിനിമയിലാകട്ടെ അനാവശ്യമായ നീളൻ വാചകങ്ങൾക്ക് പകരം ലളിതവും അർത്ഥവത്തായവയുമായ സംഭാഷണങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലയാള സിനിമയിലെ നായക സങ്കല്പങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ വലിയ തെളിവാണ് കളങ്കാവൽ.
ഒരു സൂപ്പർ താരം വില്ലൻ പരിവേഷമുള്ള വേഷം ചെയ്യുമ്പോൾ അത് ആഘോഷമാക്കപ്പെടുന്ന ഭയമില്ലാതെ കഥാപാത്രത്തിന്റെ ക്രൂരതയെയും സ്വാർത്ഥതയെയും അതേപടി ആവിഷ്കരിക്കാൻ കഴിഞ്ഞു എന്നതാണ് ചിത്രത്തിന്റെ വിജയം. സാങ്കേതിക തികവും അഭിനയ മികവും ഒത്തുചേർന്ന ഈ ചിത്രം വരുംകാലത്തെ ക്രൈം ഡ്രാമകൾക്ക് ഒരു വഴികാട്ടി തന്നെയാണ്.